ല്ലോ ശ്രീജിത്ത് പണിക്കർ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ടാർഗറ്റ് ആയിരുന്നു മസൂദ് അസർ. പക്ഷേ പാകിസ്ഥാൻ ഇത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്നല്ലേ കരുതേണ്ടി വരുന്നത്? മസൂദ് അസർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം ഉച്ചയ്ക്കുണ്ടായിരുന്നു. ഇവിടം ടാർഗറ്റ് ചെയ്ത് ഇതേ ലഷ്കർ ജെയ്ഷെ മുഹമ്മദിന്റെ താവളം ആക്രമിച്ചു എന്നുള്ള വാർത്ത വന്ന സമയത്ത്. പക്ഷേ അസറിനെ രക്ഷപ്പെടുത്തുവാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടുള്ളത് അത് പാകിസ്ഥാൻ എത്രമാത്രം ഈ ഭീകരവാദികൾക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമല്ലേ? നിശ്ചയമായും മഞ്ജുഷ്, നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, മൗലാന മസൂദ് അസർ അല്ലെങ്കിൽ ഹാഫിസ് സയ്യിദ് പോലെയുള്ള ആൾക്കാർ എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള തീവ്രവാദ കേന്ദ്രങ്ങളിലൊന്നും തന്നെ കഴിയണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തന്നെ വരുന്നതും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നതും പലപ്പോഴും ഇവരിത്തരം ക്യാമ്പുകളൊക്കെ സന്ദർശിച്ച് ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയതിനു ശേഷം അവരെ ഒന്ന് എനർജൈസ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മടങ്ങുന്നുവെന്നാണ്. എന്ന് വെച്ചാൽ അവർ നിരന്തരമായിട്ട് അവിടെ താമസിക്കണം എന്നുള്ള ഒരു അർത്ഥമില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാൻ വളരെ ഓർക്കസ്ട്രേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിലുള്ള സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുന്നതിനുള്ള ഒരു മിഷന് വേണ്ടി കുറേയധികം ആൾക്കാരെ വിടുമ്പോൾ നിശ്ചയമായിട്ടും ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകും. ആ തിരിച്ചടി ഉണ്ടാകുന്നത് ഇത്ര വലിയ സ്കെയിലിലേക്ക് വരും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഏതെങ്കിലും ടെററിസ്റ്റ് ഹൈഡൌട്ടുകൾ തന്നെ ആയിരിക്കും ആക്രമിക്കുന്നത്, ലോഞ്ച് പാഡുകൾ തന്നെ ആയിരിക്കും ആക്രമിക്കുന്നത്, അവരുടെ ട്രെയിനിങ് സെന്റർ അല്ലെങ്കിൽ ഇൻഡോക്ട്രിനേഷൻ സെന്ററുകളൊക്കെ തന്നെ ആയിരിക്കും ആക്രമിക്കുന്നത് എന്ന് ഏകദേശം അവർക്കും ബോധ്യമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തിരിച്ചടി ഭയന്നുകൊണ്ട് ഇവരെയൊക്കെ തന്നെ സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു 14 ദിവസത്തെ ഇടവേളയിൽ അവരവിടെ തിരിച്ചു വരികയോ ഒന്നും ചെയ്യാനുള്ള സാധ്യതയും ഇല്ല എന്നാണ് പ്രൈമറിലി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് തന്നെ ഈ ആൾക്കാർക്ക് സുരക്ഷിതമായി പാകിസ്ഥാനിൽ കഴിയുന്നതിനുള്ള താവളങ്ങൾ ഇഷ്ടം പോലെ വേറെയുമുണ്ട് എന്ന് തന്നെയാണ്. അതായത് പാകിസ്ഥാനാണ് ഏറ്റവും വലിയ ടെററിസ്റ്റ് രാജ്യമെന്നും ഇത് സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസ്റ്റ് ആക്ട് ആണ് എന്നും പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ അവർ സ്പോൺസർ ചെയ്യുന്ന ആരെങ്കിലുമല്ല, ആ രാജ്യം ഇറ്റ്സെൽഫ് ഒരു ടെററിസ്റ്റ് ആക്ടറാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആക്ടർ തന്നെയായിട്ട് മൊത്തത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് മാറുകയാണ്. ഇപ്പോൾ തന്നെ മറ്റു ഉദാഹരണങ്ങൾ, അതായത് ഇപ്പോൾ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളുടെയൊക്കെ ഫ്യൂണറൽ പരിപാടികളൊക്കെ നടക്കുമ്പോൾ അവിടെയൊക്കെ പങ്കെടുക്കുന്നത് മിലിറ്ററി യൂണിഫോമിലുള്ള സെർവിങ് സൈനിക ഉദ്യോഗസ്ഥരാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രോത്സാഹനമാണ് അവർ ഭീകരവാദത്തിന് നൽകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ രണ്ടാമത് ചിന്തിക്കേണ്ടതില്ല. ലോകം മുഴുവൻ വലിയ ഭീകരവാദത്തിന് മാസ്റ്റർ മൈൻഡ് ചെയ്തിരുന്ന ഒസാമ ബിൻ ലാദനെ പോലെ ഒരാൾ അബോട്ടാബാദിലാണ് കഴിഞ്ഞിരുന്നത് എന്നും അവിടെ ഒരു സൈനിക ക്യാമ്പിന് സമീപത്താണ് താമസിച്ചിരുന്നത് എന്നതുമെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇന്ന് അറിവുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ടെററിസ്റ്റ് ബ്രീഡിംഗ് ഗ്രൗണ്ട് എന്ന് മാത്രമല്ല, ആ ടെററിസ്റ്റ് ബ്രീഡിംഗ് ഗ്രൗണ്ട് ഐഡിയേഷൻ മുതൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻ വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും അതിന്റെ മാസ്റ്റർ മൈൻഡായി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മതിയായ സംരക്ഷണം ഒരുക്കുന്നത് ആ രാജ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും, ഇപ്പോൾ തന്നെ പാകിസ്ഥാന്റെ ഒരു ഹൈ ലെവൽ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കുന്നത് എന്താണ്, എന്ത് തീരുമാനമെടുക്കുന്നതിനും സൈന്യത്തിനെ ചുമതലപ്പെടുത്തുന്നു എന്നാണ്. സത്യത്തിൽ സൈന്യത്തിനെ ആരും ചുമതലപ്പെടുത്തേണ്ടെന്ന ആവശ്യം പോലുമില്ല. നമ്മൾ പറയുന്നത് പോലെ അതൊരു തെമ്മാടി രാഷ്ട്രം അല്ലെങ്കിൽ ഒരു റോഗ് നേഷനാണ്. അവിടെ ഭരിക്കുന്നത് പട്ടാളം തന്നെയാണ്. അപ്പോൾ പട്ടാളം എഴുതി കൊടുക്കുന്നു, ദാ ഇന്നതുപോലെ വായിക്കുക എന്ന് പറയുമ്പോൾ ഷഹബാസ് ഷെരീഫോ മറ്റാരെങ്കിലും ഒരാൾ അത് വായിക്കുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് യാതൊരു വിധത്തിലുള്ള കാര്യവും അവിടെ ചെയ്യാനില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് മുമ്പ് ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന് നമ്മൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയെന്നാണ്. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിലൂടെ നമ്മൾ ഈ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നതിന് ശേഷം സൈനികരോട് ഒരു മിലിറ്ററി ഫ്രണ്ട് യുദ്ധത്തിന് പോലും അല്ല ശ്രമിക്കുന്നത്, മറിച്ച് അതിനേക്കാൾ ഭീരുത്വം പ്രകടിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായുള്ള ടൂറിസ്റ്റുകളെ ആക്രമിക്കുന്ന ടെററിസ്റ്റുകൾ എന്ന രീതിയിലത്തേക്ക് വന്നിരിക്കുമ്പോൾ അവർക്ക് അതേപോലെ തന്നെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള കനത്ത പ്രഹരം ഏൽപ്പിക്കുക എന്ന രീതിയിലത്തേക്ക് നമ്മൾ മാറുമ്പോൾ പല സ്ഥലങ്ങളെ ഒരൊറ്റ സമയത്ത് തന്നെ അവർ ടാർഗറ്റ് ചെയ്യുക എന്ന് വരുമ്പോൾ അവരുടെ ഭാഷ നമ്മൾ സംസാരിച്ചു തുടങ്ങി എന്നവർ മനസ്സിലാക്കും. 2, നമ്മൾ പുലർത്തുന്ന പൊതുവെയുള്ള റെസ്ട്രെയിന്റ്, അഹിംസ എന്ന് പറയുന്ന തത്വം, ഇതൊക്കെ തന്നെ നമ്മുടെ ഒരു ദൗർബല്യമായിട്ട് അവരിനി കാണേണ്ടതില്ല എന്ന രീതിയിലത്തേക്കുള്ള അതിശക്തമായിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. പിന്നെ ആദ്യം ആക്രമിക്കുന്നത് നമ്മളാവില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടേതൊരു റിറ്റാലിയേറ്ററി മെഷറാണ്. പാകിസ്ഥാൻ ഇനി അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് റിറ്റാലിയേറ്ററി മെഷർ അല്ല, മറിച്ച് ഇതിനോടുള്ള അവരുടെ റെസ്പോൺസ് ആണ്. അവർക്ക് ഇതേപോലെ തന്നെ തിരിച്ചാക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധ്യമല്ല. കാരണം ഒരു ടെററിസ്റ്റ് ഹൈഡൌട്ടുകളും ഇന്ത്യയിലില്ല. കാരണം ഇന്ത്യ സ്റ്റേറ്റ് സ്പോൺസർഡ് ടെററിസം നടത്തുന്ന ആളല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ് ആക്ടർ ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ അവരാക്രമിക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നുകിൽ സിവിലിയൻ കേന്ദ്രങ്ങൾ, അതല്ല എങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള സെന്ററുകൾ, അതുമല്ല എങ്കിൽ അവർക്ക് സൈനിക ബേസുകൾ മാത്രമേ അവർക്ക് ആക്രമിക്കാൻ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ അത് ഇന്ത്യക്ക് മതിയായ ഒരു യുദ്ധത്തിന് പോകാനായിട്ടോ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് വാറിലേക്കെങ്കിലും പോകാനുള്ള മതിയായിട്ടുള്ള കാരണമാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തിരിക്കുന്ന രാജ്യം
ഇനി നമ്മുടെ സൈനിക ബേസിലോ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയോ നമ്മുടെ ഏതെങ്കിലും ഒരു എക്കണോമിക് സെന്ററിനെയോ ഒരു പവർ സ്റ്റേഷനെയോ ഒക്കെ തന്നെ ആക്രമിക്കുകയാണെങ്കിൽ അതിശക്തമായ രീതിയിലത്തേക്കുള്ള തിരിച്ചടി നൽകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് പാകിസ്ഥാൻ അറിയാത്തതല്ല. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ നിലനിൽക്കുന്നത് അവരുടെ സൈന്യത്തിന്റെ പേരിലോ ഇന്ത്യ വിരുദ്ധതയുടെ പേരിലാണ്. അത് രണ്ടും ഇന്ത്യയുടെ ഇന്നത്തെ ആക്രമണത്തിൽ ഒരു കാര്യം വ്യക്തമാണല്ലോ, ഇന്ത്യ പാക് വിരുദ്ധതയല്ല പ്രകടിപ്പിക്കുന്നത്, അത് ഭീകര വിരുദ്ധത തന്നെയാണ്. ഈ സന്ദേശം കൃത്യമായിട്ട് ഇന്ത്യ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന് ഞങ്ങൾ എതിരല്ല, പാകിസ്ഥാൻ ജനതയ്ക്കും ഞങ്ങൾ എതിരല്ല, പക്ഷേ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഭീകരരെ ഇത്തരം നേഴ്സറികളിൽ വളർത്തിയെടുത്ത് അവിടെ നിന്ന് പാക് അധീന കശ്മീരിലുള്ള ലോഞ്ചിങ് പാഡിലേക്ക് വിട്ട് ആ ലോഞ്ചിങ് പാഡിൽ നിന്ന് നേരെ അതിർത്തി കടത്തി ഇന്ത്യയിലേക്ക് വിടുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതുകൊണ്ടാണല്ലോ ലോഞ്ചിങ് പാഡ് മുതൽ ഇന്ത്യയുടെ ആക്രമണം ഇന്നുണ്ടായിരുന്നു. ലോഞ്ചിങ് പാഡ് മുതൽ 100 കിലോമീറ്റർ അപ്പുറത്തേക്ക് മിസൈലുകൾ പായിക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വരുമ്പോൾ അത് കൃത്യമായ സന്ദേശം പാകിസ്ഥാന് നൽകുകയാണ്. ലോകത്തിന് മുന്നിൽ ഇന്ത്യ തെളിവ് സഹിതം ചൂണ്ടിക്കാണിക്കുകയാണ് ഇതാണ് ഇന്ത്യയുടെ ലക്ഷ്യം, അത് ഭീകര വിരുദ്ധതയാണ് എന്ന്.